പോയാൽ ശരിയാവത്തില്ല. എന്തോ ചെയ്യാൻ, എങ്ങനെ ജീവിക്കുന്നു? അതിലേ പോണത് മങ്ങി വരും, ഇതിലേ പോണത് മങ്ങി വരും. വണ്ടി വിളിച്ച് വന്ന് തലയിൽ കയറുക. ചെയ്യാൻ ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു. ഹലോ ഹലോ, ആണോ? എപ്പോൾ വിളിച്ചു? അയ്യോ, ഞാൻ കണ്ടില്ല. കാരണം ഞാൻ ബിസി ആയിരുന്നു. മറ്റേ ഫോണിലാണ് 24 hours. ഞാനങ്ങനെ നോക്കാറില്ല. ഏത് സമയവും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും ബിസിനസ് അല്ലേ? അതെ അതെ അതെ, വമ്പൻ തിരക്കാണ് കേട്ടോ, വമ്പൻ തിരക്കാണ്. മനഃപൂർവ്വം എടുക്കാഞ്ഞല്ലേ? ആണോ? എപ്പോഴത്തേക്കിന്? അയ്യോ, അങ്ങനെയുള്ള ഒരു പ്രശ്നവും നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട. എനിക്ക് പൈസയ്ക്ക് ക്ഷാമമില്ലല്ലോ. പിന്നെ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെന്താണ്, അത് ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. പറഞ്ഞോളൂ. 3 ലക്ഷം അത് വളരെ കുറവാണ്. പിന്നെന്താണ്, കൂപ്പൺ ഇപ്പോൾ എഴുതണോ പിന്നെ എഴുതണോ? എഴുതിക്കോളൂ. വാട്സാപ്പിൽ നിങ്ങൾ ഇട്ടോളൂ. നിങ്ങളുടെ അക്കൗണ്ട് നമ്പരും. ബൈ ക്യാഷ് ആണോ അക്കൗണ്ടിലിടണോ? അക്കൗണ്ടിലിട്ടാൽ മതി. അയ്യോ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയുള്ള കൂട്ടത്തിലല്ല കേട്ടോ. എപ്പോഴും വേണം, ഇപ്പോഴിടണോ? ഇട്ടോളൂ. അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് എൻ്റെ വാട്സാപ്പിൽ ഇട്ടോളൂ. സന്തോഷം. പിന്നെ സന്തോഷമായി. വിളിക്കണം. വല്ലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിക്കണം. ബൈ. ഓക്കെ. ഇപ്പം ബ്ലോക്ക് ചെയ്താൽ നാറത്തില്ല. അമ്മേ, ചേച്ചി എപ്പോൾ വന്നായിരുന്നു? കണ്ടതേ ഇല്ല ഞാൻ. എവിടുന്നാ 3 ലക്ഷം? ചുമ്മാ ഫോണിൽ എന്തോ വെറുതെ വന്ന കോള്. മോള് പറയുക 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ഓണപരിപാടിക്ക്. കൊടുക്കുന്നു. അതും മാത്രമല്ല, ആശുപത്രിയുടെ പണി നടക്കുന്നു. ആശുപത്രിയുടെ പണിക്ക് വേണ്ടി എത്ര ലക്ഷം? 10 ലക്ഷോ? വേറെ ഒരു കാര്യം, ബിസിനസ് ലേഡി അല്ലയോ എന്റെ മോള്. എന്താ ലക്ഷങ്ങള് കൊണ്ട് കളിക്കുവാ. പിന്നെ എന്തു 3 ലക്ഷം രൂപ ഓണപരിപാടിക്ക് ബിസിനസ് ലേഡി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. മോളെ, ഒരു കാര്യം പറയട്ടെ അമ്മ, ആ വാടക മുടങ്ങിക്കിടക്കുന്ന 2 മാസത്തെ അതങ്ങ് കൊടുക്കണേ മക്കളെ. ഇല്ലെങ്കിൽ അയാള് വാടകക്കാരൻ വരുമ്പോ നമ്മളെ ഇറക്കി വിടും. നമ്മൾ എങ്ങോട്ട് പോകും? പിന്നെ നീ 3 ലക്ഷമോ എത്രയോ കൊടുക്കുകയോ ആശുപത്രിയുടെ പണി നടത്തിയോ എന്ത് വേണമെങ്കിലും ചെയ്യില്ലോടി. അയ്യോ, ആശുപത്രി പണി കൊടുക്കാനില്ല. 3 ലക്ഷം എവിടാ? അയ്യോ, കഷ്ടം. കൊടുക്കണേ. എവിടുന്നാ 3 ലക്ഷം വാടക? ഓക്കെ. അതും വണ്ടി വിളിച്ചു വേണ്ടായിരുന്നു. ഇതിനൊക്കെ കഴുത്തിന് ചുറ്റും ബാക്കിലും കണ്ണുണ്ടോ, കാതുണ്ടോ? മനുഷ്യനൊന്ന് തള്ളാനും സമ്മതിക്കില്ല. ഇപ്പോൾ വാടകയ്ക്കാണെന്നുള്ളത് നാട്ടുകാരറിഞ്ഞു.